ആത്മഹത്യ വല്ലാത്ത ഞെട്ടലുണ്ടാക്കുന്ന വേദനിപ്പിക്കുന്ന ഒരു വാക്ക്. ആത്മഹത്യ ചെയ്യുന്നത് ആര് എന്നത് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ ജീവിതത്തിൽ നിന്നുള്ള ബോധപൂർവമായ ഈ എക്സിറ്റ് അത്യന്തം സങ്കടകരമാണ്. പാതി വഴിയിൽ അവസാനിപ്പിച്ച് കടന്നു പോകുവാൻ ആത്മഹത്യ ചെയ്യുന്ന പലർക്കും പല കാരണങ്ങളുണ്ടാവാം. രോഗം മുതൽ സാമ്പത്തിക പ്രതിസന്ധി വരെ, പ്രണയ പരാജയം മുതൽ വിഷാദം വരെ. കാരണം എന്തു തന്നെയായിരുന്നാലും ഓരോ ആത്മഹത്യകളും നമ്മെ പലതും ഇരുത്തി ചിന്തിപ്പിക്കുകയും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളിലേക്ക് തള്ളിയിടുകയും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് ആത്മഹത്യ? മറ്റൊരു പോംവഴിയും ഇല്ലാതെ സ്വയം ജീവനെടുക്കുവാൻ അവരെ പ്രേരിപ്പിച്ചത് എന്തായിരുന്നു? അതിൽ തന്നെ സമൂഹത്തിൽ വിലയും നിലയും ഉണ്ടായിരുന്നവരും സമ്പന്നരുമായ വ്യക്തികളുടെ പെട്ടെന്നുള്ള ഈ സ്വയം ശൂന്യമാക്കലുകളെ നാം ആഴത്തിൽ തന്നെ അപഗ്രഥിക്കേണ്ടതുണ്ട്. ആത്മവിശ്വാസത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും ഉദാത്ത മാതൃകകളായി അവരോധിക്കപ്പെട്ടിരുന്നവരാണ് ഒരു നിമിഷത്തിൻ്റെ ബുദ്ധിശൂന്യതയിൽ ജീവിതമെന്ന അരങ്ങ് വിട്ടൊഴിയുന്നത്. സമീപകാലത്തുണ്ടായ അത്തരമൊരു ആത്മഹത്യ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഉടമ ഡോക്ടർ CJ റോയിയുടേതായിരുന്നുവല്ലോ. റോയിയുടെ മരണത്തിന് പിന്നിലെ കാരണങ്ങളെക്കുറിച്ച് അറിയുവാൻ മാധ്യമങ്ങളും അധികാരികളും പ്രിയപ്പെട്ടവരും ഇരുട്ടിൽ തപ്പുന്ന അവസ്ഥയാണ് ഉള്ളത്. CJ റോയിയുടേതിന് സമാനമായ ആത്മഹത്യയുടെ ഒരു വാർത്ത വന്നത് കോവിഡിന്റെ സമ്മർദ്ദങ്ങളിൽപ്പെട്ട് മനുഷ്യർ ഏകാന്ത തുരുത്തുകളായി മാറിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു. ദുബായ് ആസ്ഥാനമായുള്ള ഇന്നോവ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മാനേജിംഗ് ഡയറക്ടറായ ജോയ് അറക്കലാണ് അന്ന് ബഹുനില കെട്ടിടത്തിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തത്. ജോയ് അറക്കൽ എന്നായിരുന്നു ഔദ്യോഗിക നാമമെങ്കിലും അദ്ദേഹം കൂടുതലും അറിയപ്പെടുന്നത് കപ്പൽ ജോയ് എന്നായിരുന്നു. GCCയിലെ വിവിധ രാജ്യങ്ങളിലും ആഫ്രിക്കയിലും ഇന്ത്യയിലും ഓഫീസുകളുള്ള വ്യക്തി, കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ വീടിന്റെ ഉടമ, മികച്ച സംരംഭകനുള്ള UAE സർക്കാരിന്റെ അവാർഡ് നേടിയ വ്യക്തി, കോടികളുടെ സ്വത്തിന്റെ ഉടമ, സ്വന്തം നാട്ടിലും UAEയിലും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധേയൻ. ഇങ്ങനെ ജോയിയെക്കുറിച്ച് പറയുവാൻ പലതുമുണ്ട്. അങ്ങനെയുള്ള ജോയി എന്തിന് ആത്മഹത്യ ചെയ്യണം? ഇന്നോവ ഗ്രൂപ്പ് സ്ഥാപിക്കുന്ന പദ്ധതിയുടെ പ്രോജക്ട് ഡയറക്ടറുടെ കുറ്റപ്പെടുത്തലെന്നും കനേഡിയൻ പൗരത്വമുള്ള ലബനൻ സ്വദേശി മൂലമാണെന്നും അതല്ല സാമ്പത്തിക ബാധ്യതയാണെന്നും പല വിശദീകരണങ്ങൾ ജോയിയുടെ മരണത്തിൻ്റെതായി ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. നിശ്ചയദാർഢ്യത്തിൻ്റെയും കരളുറപ്പിൻ്റെയുമായ ഒരു ജീവിത കഥയുടെ ഉടമയായ അദ്ദേഹം നിസാര കാരണങ്ങളുടെ പേരിൽ ആത്മഹത്യ ചെയ്യുമോ? അല്ലെങ്കിൽ എന്തിനായിരുന്നു അദ്ദേഹം ആത്മഹത്യ ചെയ്തത്? സാജൻ പാറയിൽ എന്ന പ്രവാസി വ്യവസായിയെ ഒരുപക്ഷെ പലരും മറന്നു കാണാനിടയില്ല. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തി കോടികൾ മുടക്കി അദ്ദേഹം പണിതതാണ് പാർത്താസ് കൺവെൻഷൻ സെന്റർ. എന്നാൽ കെട്ടിടത്തിന് നഗരസഭ പ്രവർത്തനാനുമതി നിഷേധിച്ചു. പലതവണ പ്രവർത്തനാനുമതി ലഭിക്കുന്നതിന് സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങിയെങ്കിലും ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ കറകളഞ്ഞ അനുഭാവിയായിരുന്നിട്ടും ആ പാർട്ടി ഭരിക്കുന്ന നഗരസഭ കൺവെൻഷൻ സെന്ററിന് അനുമതി നൽകിയില്ല. തുടർന്ന് നിരാശനായ അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയായിരുന്നു. 2020 കേരളത്തെ നടുക്കിക്കളഞ്ഞ ഒരു വ്യവസായി പ്രമുഖന്റെ ആത്മഹത്യയായിരുന്നു അത്. ഡൽഹിയിലെ വുഡ് ബോക്സ് കഫേയുടെ സഹസ്ഥാപകൻ പുനീത് ഖുറാന എന്ന 40-കാരൻ 2025 മോഡൽ ടൗണിലെ വസതിയിൽ ആത്മഹത്യ ചെയ്തതിന് പിന്നിലുള്ളതും ബിസിനസ് തർക്കങ്ങളും വിവാഹമോചനവുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളുമായിരുന്നു. കോഫിയുടെ മേധാവി VG സിദ്ധാർത്ഥയാണ് മറ്റൊരാൾ. 2019 ജൂലൈ 29 മുതൽ സിദ്ധാർത്ഥയെ കാണാതായതായി വാർത്തകളിൽ ഉണ്ടായിരുന്നു. അന്നേ ദിവസം പാലത്തിന് സമീപം നടക്കുവാൻ പോയ അദ്ദേഹം ഡ്രൈവറോട് കാത്തു നിൽക്കുവാൻ പറഞ്ഞതിന് ശേഷം നേത്രാവതി നദിയിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഇങ്ങനെ എത്ര ബിസിനസ്സുകാരുടെ ആത്മഹത്യകൾ. 2018 8000-ഓളം ബിസിനസ്സുകാർ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്തതായിട്ടാണ് ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക്. 2016-ലും 2017-ലും ആത്മഹത്യകളുടെ നിരക്ക് താഴേക്ക് പോയപ്പോൾ 2018 2.7% വർധനവിലേക്ക് ബിസിനസ്സുകാരുടെ ആത്മഹത്യാ നിരക്ക് എത്തുകയായിരുന്നു. ദേശീയ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം 2015 8780 ബിസിനസ്സുകാരാണ് ആത്മഹത്യ ചെയ്തത്. ഒന്നുമില്ലായ്മയിൽ നിന്ന് പലതും വെട്ടിപ്പിടിച്ച പല ഉയരങ്ങളും കീഴടക്കിയ മനുഷ്യരായിരുന്നു ഇവരെല്ലാം. കോൺഫിഡൻസ് കൈമുതലാക്കി കഠിനാധ്വാനത്തിലൂടെ ചെറുതിൽ നിന്ന് വളർന്നു വന്നവർ, ആകാശത്തോളം വളർന്ന് പന്തലിച്ചവർ. പിന്നെ എന്താണ് ഇവർക്ക് സംഭവിച്ചത്? വിജയങ്ങളുടെ കൊടുമുടികളിൽ നിന്ന് ചെറിയ രീതിയിൽ പിന്നോട്ട് കാലെടുക്കേണ്ടി വന്നതോ, പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള തിരിച്ചടികൾ ഉണ്ടായതോ? പല പ്രതിസന്ധികളെ മറികടന്ന ഇവരെല്ലാം എന്തുകൊണ്ടാണ് ഒരു നിർണായക മുഹൂർത്തത്തിൽ നഷ്ടധൈര്യരായത്? ആവനാഴിയിലെ എല്ലാ അമ്പും നഷ്ടപ്പെട്ടു നിൽക്കുന്ന യോദ്ധാവിനെ പോലെ പരാജിതരായി മാറിയത്? പ്രതിസന്ധികളെ അതിജീവിച്ചും വെല്ലുവിളിച്ചും ജീവിതത്തിൽ ഉയർന്നു വന്നവരായിരുന്നു തങ്ങളെന്ന് അവർ ഒരു നിമിഷം മറന്നു പോകുന്നു. കഷ്ടപ്പെട്ടും അധ്വാനിച്ചും ബുദ്ധി ഉപയോഗിച്ചും സ്വന്തമാക്കിയ വിജയങ്ങളിൽ ഇതുവരെ ഉണ്ടായിരുന്ന അഭിമാനം നഷ്ടമാവുകയും ചെയ്യുന്നു. അതിൻ്റെ പരിസമാപ്തിയിലാണ് അവർ ജീവനൊടുക്കുവാൻ തീരുമാനിക്കുന്നത്.
സാധാരണക്കാരെ വിസ്മയിപ്പിച്ച വിജയികളും സാധാരണക്കാരുടെ മനസ്സിൽ അമാനുഷിക ശക്തി പരിവേഷമുണ്ടായിരുന്നവരും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഏറ്റവും അധികം ഭീരുക്കളായി മാറുന്നു. എല്ലാത്തിനും യവനിക താഴ്ത്തി അപ്രതീക്ഷിതമായി കടന്നു പോകുക എന്ന തീരുമാനത്തിൽ അവർ എത്തിച്ചേരുന്നു. കഷ്ടം എന്നല്ലാതെ എന്തു പറയാൻ. ഒരാളുടെയും ആത്മഹത്യയെ, പ്രത്യേകിച്ച് അവർ ഒരു നിമിഷത്തിൽ കൈക്കൊണ്ട വൈകാരികമായ തീരുമാനത്തിന്റെ ഫലമായുള്ള ആത്മഹത്യയെ നമുക്ക് നിസ്സാരമായി കാണാനോ അവഗണിക്കാനോ, എന്തിന് കുറ്റപ്പെടുത്തുവാൻ പോലുമോ കഴിയില്ല എന്നതാണ് വാസ്തവം. കാരണം ആ നിമിഷങ്ങളിൽ അവരുടെ മനസ്സ് എങ്ങനെ ഇരുണ്ടുപോയി എന്ന്, എന്തായിരുന്നു അവരുടെ മനസ്സിലെന്ന് അവർക്കും ദൈവത്തിന് മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ്. മനുഷ്യ സഹജമായ വിധികളിൽ നിന്ന് അകന്നു നിൽക്കുക, വിധിക്കപ്പെടാതിരിക്കുവാൻ നിങ്ങളും വിധിക്കാതിരിക്കുക എന്നാണല്ലോ വചനം പറയുന്നത്. ഒരു ആത്മഹത്യ ഇനിയും ആവർത്തിക്കാതിരിക്കുവാൻ നമുക്കെന്താണ് ചെയ്യാൻ കഴിയുന്നതെന്ന് ആലോചിച്ച് നോക്കുകയും വേണം. ആത്മഹത്യകളുടെ പിന്നിലെ കാരണങ്ങളെ വലിച്ചുകീറി പോസ്റ്റ്മോർട്ടം ചെയ്യാതിരിക്കുക, കുറ്റപ്പെടുത്താതിരിക്കുക, അതിന് വിരുദ്ധമായിട്ടുള്ളതെല്ലാം അവരുടെ ആത്മാക്കളോട് ചെയ്യുന്ന ക്രൂരതയും അവരുടെ ജീവിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരോടുള്ള അവഹേളനവുമാണ്. അത് പാടില്ല. ആത്മഹത്യയിലൂടെ ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ നമുക്കറിയാവുന്നതും അറിഞ്ഞു കൂടാത്തതുമായ എണ്ണമറ്റ ആത്മാക്കൾക്ക് വേണ്ടി ദൈവം അവരുടെ മേൽ വിധി നടപ്പിലാക്കട്ടെ എന്നും അവർക്ക് ശാന്തി ലഭിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റൊന്നും നമുക്ക് ചെയ്യാനില്ല. ചില ആത്മഹത്യകൾക്ക് വിഷാദവും കാരണമായി മാറാറുണ്ട് എന്നതും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മാനസിക രോഗങ്ങളും ആത്മഹത്യകളും തമ്മിലുള്ള ബന്ധവും അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതുണ്ട്. പ്രായപൂർത്തിയായവരിൽ 15-ൽ ഒരാൾക്ക് ഏതെങ്കിലും ഒരു വർഷത്തിൽ വിഷാദരോഗം ഉണ്ടാകുമെന്നും 6-ൽ ഒരാൾക്ക് ജീവിതത്തിലെ ഏതെങ്കിലും ഘട്ടത്തിൽ വിഷാദരോഗം ഉണ്ടാകുമെന്നാണ് പഠനം. ജീവിതത്തിലെ ഏത് പ്രായത്തിലും വിഷാദം നമ്മെ പിടികൂടുവാനുള്ള സാഹചര്യമുണ്ട്. കൗമാരത്തിന്റെ അവസാനത്തിലോ 20കളുടെ തുടക്കത്തിലോ വാർദ്ധക്യത്തിലോ വിഷാദം വരാം. വിഷാദം പലപ്പോഴും ആത്മഹത്യക്ക് കാരണമാകുന്നുണ്ട് എന്നതിനാൽ വിഷാദ സൂചനകളെ അവഗണിക്കാതിരിക്കുക. 4 മാസത്തിലേറെയായി CJ റോയ് വിഷാദത്തിന് ചികിത്സ തേടിയിരുന്നുവെന്ന വിവരം ഇപ്പോൾ പുറത്തുവരുന്നത് അദ്ദേഹത്തിന്റെ ആത്മഹത്യക്ക് പിന്നിലെ മറ്റൊരു മുഖമാണ് വെളിവാക്കുന്നത്. EDയും ഇൻകം ടാക്സ് നടത്തുന്ന അന്വേഷണവും അതിനെ തുടർന്നുള്ള നിക്ഷേപകരുടെ പിന്മാറ്റവും അദ്ദേഹത്തെ സമ്മർദ്ദത്തിലും വിഷാദത്തിലുമാക്കി തീർത്തിരിക്കാം. പുറമേക്ക് സക്സസ്ഫുൾ എന്ന നിലയിൽ ചിരിച്ച മുഖത്തോടെ പ്രത്യക്ഷപ്പെടുമ്പോഴും ബിസിനസ്സുകാർ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന അഗ്നികുണ്ഠങ്ങൾ എല്ലാവരും തിരിച്ചറിയണമെന്നില്ല. ഉള്ളിലെ ചൂട് സഹിക്കാനാവാതെ വരുന്ന ദുർബല നിമിഷങ്ങളിലായിരിക്കാം ഇവരിൽ ചിലരെങ്കിലും മുൻപിൻ നോക്കാതെ സ്വയം അവസാനിപ്പിക്കുവാൻ തീരുമാനിക്കുന്നത്. മാനസികാരോഗ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും ചികിത്സ തേടുന്നതും ഒരു നാണക്കേടായി വിചാരിക്കേണ്ട കാര്യമില്ല. ഇന്ന് സെലിബ്രിറ്റികൾ ഉൾപ്പെടെയുള്ളവർ തങ്ങളുടെ ജീവിതത്തിലുണ്ടായ വിഷാദ പർവ്വങ്ങളെക്കുറിച്ച് പരസ്യമായി വെളിപ്പെടുത്താറുണ്ട്. ഏതൊരു അസുഖം പോലെ ചികിത്സിച്ചാൽ കുറയുന്നതും ചികിത്സിക്കേണ്ടതുമായ ഒരു അസുഖവുമാണ് വിഷാദം. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലുമോ നമ്മൾ തന്നെയോ വിഷാദത്തിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ ഇനിയും ചികിത്സയെടുക്കുവാൻ വൈകരുത്. വൈകുന്ന ഓരോ നിമിഷവും വലിയൊരു അപകടത്തിലേക്കാണ് നാം നടക്കുന്നത്. ജീവിതത്തിൽ പ്രതീക്ഷിച്ചതുപോലെ സംഭവിക്കാതെ വരികയും അപ്രതീക്ഷിതമായ തിരിച്ചടികൾ തുടർച്ചയായി ഉണ്ടാവുകയും ചെയ്യുമ്പോൾ മനസ്സിനെ നിരാശയ്ക്കും വിഷാദത്തിനും തീരെഴുതി കൊടുക്കാതെ ജീവിതം തിരിച്ചു പിടിക്കുവാനുള്ള വഴികൾ അന്വേഷിക്കുക. ബിസിനസ് ലോകം പലപ്പോഴും ക്രൂരമാണ്. അവിടെ നിന്നും നഷ്ടങ്ങൾ വരാം, ചതിയും വഞ്ചനയും നേരിടാം, പ്രതീക്ഷിക്കാത്ത തിരിച്ചടികളും പരാജയങ്ങളും ഉണ്ടാകാം. നാം വിചാരിക്കുന്നത് പോലെ അത്ര സന്തോഷകരമോ ആഹ്ലാദകരമോ അല്ല ബിസിനസ് ലോകം. വിജയങ്ങൾക്കൊപ്പം പരാജയങ്ങളും ഉണ്ടാകാം, പിന്തുണയ്ക്കൊപ്പം പാലം വലിക്കുന്നവരും ഉണ്ടാകാം. ഇവിടെയെല്ലാം ആത്മസംവേദനത്തോടെ നോക്കി നിൽക്കുവാൻ കഴിയുമ്പോഴേ ബിസിനസ്സിൽ മാത്രമല്ല ജീവിതത്തിലും വിജയം ഉണ്ടാവുകയുള്ളൂ. അതിലും പ്രധാനമാണ് ദൈവാശ്രയബോധം. ബിസിനസ്സുകാരുടെ ആത്മഹത്യകളുടെ പശ്ചാത്തലത്തിൽ ബിസിനസ്സിൽ പരാജയം ഉണ്ടായിട്ടും അതിനെ അതിജീവിച്ച് വിജയത്തിലെത്തിയ ചിലരുടെ ജീവിത കഥകൾ കൂടി പറയേണ്ടതുണ്ട്. ബുൾഡോസറുകൾ ഉൾപ്പെടെ 300-ലധികം യന്ത്രങ്ങളുടെ പേറ്റന്റുള്ള മികച്ച ഒരു സംരംഭകനാണ് RG ലെറ്റൂർനോ. മികച്ച രീതിയിൽ വിജയങ്ങളുമായി മുന്നേറിക്കൊണ്ടിരുന്ന അവസരത്തിലാണ് ചില തിരിച്ചടികൾ അദ്ദേഹം നേരിട്ടത്. തുടർച്ചയായ പരാജയങ്ങൾ, കമ്പനി പോലും തന്നെ കൈവിട്ടു പോകുന്ന അവസ്ഥ. ഈ സാഹചര്യത്തിൽ വളരെ നിർണായകമായ ഒരു തീരുമാനം അദ്ദേഹം എടുത്തു. ഇനി എൻ്റെ ബിസിനസ് ദൈവം നോക്കിക്കൊള്ളും, ഞാൻ വെറും മാനേജർ മാത്രം. പിന്നീടുണ്ടായത് അവിശ്വസനീയമായ വിജയമായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ നിർമ്മാണ ഉപകരണ കമ്പനികളിലൊന്ന് അദ്ദേഹത്തിൻ്റെതാണ്. ലാഭവിഹിതത്തിന്റെ 90% അദ്ദേഹം ദൈവകാര്യങ്ങൾക്കായിട്ടാണ് നൽകുന്നത്. അമേരിക്കയിലെ ഏറ്റവും വലിയ റീറ്റെയിൽ ശൃംഖലകളിലൊന്നായ ഹോബി ലോബിയുടെ കഥയും സമാനമാണ്. ഡേവിഡ് ഗ്രീൻ എന്ന ചെറുകിട സംരംഭകനായിരുന്നു അതിൻ്റെ സ്ഥാപകൻ. തുടക്കത്തിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളിലൂടെയാണ് അദ്ദേഹം കടന്നുപോയത്. ഞായറാഴ്ചകളിൽ ഏറ്റവും കൂടുതൽ കച്ചവടം നേടാമെന്ന് മനസ്സിലാക്കിയിട്ടും അദ്ദേഹം അതിന് തയ്യാറായില്ല. പലരും ഇക്കാര്യത്തിന്റെ പേരിൽ അദ്ദേഹത്തെ വിമർശിച്ചപ്പോഴും ദൈവത്തിന്റെ ദിവസം ദൈവത്തിനാണ് എന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്ന വ്യക്തിയാണ് അദ്ദേഹം. ഈ വിശ്വാസം അദ്ദേഹത്തെ പിന്നീട് തുണച്ചുവെന്ന് ചരിത്രം. ലോകത്തിലെ ഏറ്റവും വിജയകരമായ ഫാസ്റ്റ് ഫുഡ് ബ്രാൻഡുകളിൽ ഒന്നായ ചിക്ക്-ഫിൽ-എയുടെ കഥയും സമാനമാണ്. ട്രൂയറ്റ് കാത്തി എന്നായിരുന്നു സ്ഥാപകന്റെ പേര്.
ആദ്യം തുടങ്ങിയ റെസ്റ്റോറന്റ് സംരംഭങ്ങൾ പലതും പരാജയമായിരുന്നു. കടകൾ പലതും അടച്ചു പൂട്ടേണ്ടി വന്നു. നിരാശയിലും സങ്കടത്തിലുമായിരുന്നു ജീവിതം. പക്ഷേ പെട്ടെന്നൊരു ഉത്ബോധത്താൽ എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുവാൻ അദ്ദേഹം തയ്യാറായി. വിജയം ദൈവത്തിന്റെ കയ്യിലാണ്, വിശ്വസ്തത എൻ്റെ ഉത്തരവാദിത്വം എന്ന മട്ടിലേക്ക് അദ്ദേഹം കാഴ്ചപ്പാടുകൾ മാറ്റിയെടുത്തപ്പോൾ ദൈവം കൂടെ നിന്ന് വിജയം നൽകി. ഇങ്ങനെ ബിസിനസ്സിൽ പരാജയങ്ങൾ ഉണ്ടായപ്പോൾ നിരാശപ്പെടാതെയും ആത്മഹത്യ ചെയ്യാതെയും ജീവിതത്തിൽ നേട്ടങ്ങൾ സ്വന്തമാക്കിയവരുടെ ഉദാഹരണങ്ങൾ ഏറെയുണ്ട്. നമുക്കെല്ലാം അറിയാവുന്ന ഒരു ഉദാഹരണമാണ് അറ്റ്ലസ് രാമചന്ദ്രൻ. സോഷ്യൽ മീഡിയയിലെ ഇന്നത്തേതുപോലെ കൂടുതൽ പ്രചരിപ്പിക്കപ്പെടാതിരുന്ന കാലത്തും ഏറെ പേരിലേക്ക് ഇറങ്ങിച്ചെന്ന പേരായിരുന്നു ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം എന്ന പരസ്യത്തിലൂടെ അറ്റ്ലസ് രാമചന്ദ്രൻ്റേത്. വ്യവസായി, ചലച്ചിത്ര നിർമ്മാതാവ്, അഭിനേതാവ്, സഹൃദയൻ എന്നീ നിലകളിലെല്ലാം അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ 50ഓളം ശാഖകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അറ്റ്ലസ് ഗ്രൂപ്പിന്. എന്നാൽ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള തിരിച്ചടികൾ കൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതം മാറി മറിഞ്ഞത് പെട്ടെന്നായിരുന്നു. സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ അദ്ദേഹം ദുബായിൽ അറസ്റ്റിലായി. 2015 ജയിലിൽ അടയ്ക്കപ്പെട്ട അദ്ദേഹത്തിന് 3 വർഷത്തോളം ജയിലിൽ കഴിയേണ്ടി വന്നു. നോക്കണം, എല്ലാവിധ സുഖങ്ങളും അനുഭവിച്ച് കോടീശ്വരനായി ജീവിച്ച വ്യക്തിക്ക് സംഭവിച്ച ദുരന്തം. ഇന്നലെ വരെ അദ്ദേഹത്തെ കാണുവാൻ ക്യൂ നിന്നവർ അദ്ദേഹത്തെ ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കുവാൻ മനസ്സില്ലാത്ത വിധം മുഖം തിരിച്ചു കളഞ്ഞു. പണം പോയി, ആത്മാഭിമാനം പോയി, സൽപ്പേര് പോയി. പക്ഷേ അദ്ദേഹം സ്വയം ജീവനെടുക്കുവാൻ പോയില്ല. അവിടെയാണ് അറ്റ്ലസ് രാമചന്ദ്രൻ നമ്മുടെ കയ്യടി നേടുന്നത്. മാത്രവുമല്ല, ജയിൽ മോചിതനായതിനു ശേഷം നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കുവാനുള്ള ശ്രമത്തിലുമായിരുന്നു അദ്ദേഹം. പക്ഷേ 80-ാം വയസ്സിൽ ഹാർട്ട് അറ്റാക്കിന്റെ രൂപത്തിൽ മരണം വന്ന് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി. അല്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം നഷ്ടപ്രതാപം വീണ്ടെടുക്കുമായിരുന്നു എന്ന് തന്നെ നമുക്ക് കരുതാം. നീതിമാന് വീഴ്ച ഉണ്ടാവില്ല എന്നല്ല, നീതിമാൻ 7 തവണ വീണാലും അവൻ വീണ്ടും എഴുന്നേൽക്കുമെന്നാണ് തിരുവചനം നൽകുന്ന ആശ്വാസം. എല്ലാവർക്കും എല്ലാ കാലത്തും വിജയം സ്ഥിരമല്ല. എപ്പോഴും വിജയിക്കുന്നവനോ വിജയം സ്ഥിരമായി നിലനിർത്തുന്നവരോ ആരുമില്ല. രാവും പകലും മാറി മാറി വരുന്നത് പോലെയാണ് ജീവിതത്തിലെ വിജയ പരാജയങ്ങൾ. ദൈവത്തോടുകൂടി അധ്വാനിക്കുകയും ദൈവത്തോട് അഭിപ്രായം ആരാഞ്ഞ് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ പ്രതിവിധികളും പരിഹാരങ്ങളും ദൈവം തന്നെ പറഞ്ഞു തരും. പണം ഉണ്ടാക്കുവാനും ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ എന്ന പേര് നേടാനുമാണ് പലരുടെയും ശ്രദ്ധ. പണത്തിനു വേണ്ടിയുള്ള ഈ ഓട്ടപ്പാച്ചിലിനിടയിൽ ആത്മാവിനെ നഷ്ടപ്പെടാതിരിക്കാനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. പണത്തിന്റെ മൂല്യത്തെ നിരസിക്കുവാനോ നിഷേധിക്കുവാനോ ആർക്കും കഴിയുകയുമില്ല. ന്യായമായ മാർഗത്തിലൂടെയുള്ള പണം അനിവാര്യമാണ്. കർത്താവിന്റെ അനുഗ്രഹമാണ് സമ്പത്ത് നൽകുന്നതെന്നാണ് സുഭാഷിതങ്ങൾ വ്യക്തമാക്കുന്നത്. എന്നാൽ അത് സ്വന്തം സുഖങ്ങൾക്കും ആഡംബരങ്ങൾക്കും മറ്റുള്ളവരുടെ മുൻപിൽ മേനി നടിക്കുവാനും മാത്രമായിരിക്കരുത്. ആവശ്യക്കാരെ സഹായിക്കുവാനും ദരിദ്രരെ സേവിക്കുവാനും വേണ്ടിയുള്ളതാകണം. ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടമായാൽ എന്ത് പ്രയോജനമെന്ന ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ. ഇനി മറ്റൊരു തരത്തിലുള്ള ആത്മഹത്യകളുണ്ട്. ദുരാരോപണങ്ങൾ ഉയരുമ്പോൾ അതിനെ അഭിമുഖീകരിക്കാനുള്ള കരുത്തില്ലാതെ ഓടി ഒളിക്കുന്നതിനുള്ള മാർഗമായിട്ടാണ് ചിലർ ആത്മഹത്യയെ കാണുന്നത്. അതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് അടുത്തയിടെ ബസ് യാത്രക്കിടയിൽ ലൈംഗിക ആരോപണം ഉന്നയിച്ച യുവതി വീഡിയോ ഷെയർ ചെയ്തതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ദീപക് എന്ന യുവാവ്. ദീപകിൻ്റെതിനേക്കാൾ ശക്തമായ ആരോപണങ്ങളും തെളിവുകളും പരത്തിയിട്ടും അവയെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് യാതൊരു ഉളുപ്പുമില്ലാതെ മാധ്യമങ്ങൾക്ക് മുൻപിൽ വരെ ന്യായീകരിക്കുവാൻ പ്രത്യക്ഷപ്പെടുന്നവരെയും നാം കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്നാൽ തൊലിക്കെട്ടിയുള്ള അത്തരം അപൂർവം ചിലർക്കിടയിൽ ദീപക് വ്യത്യസ്തനായിരുന്നു. നിഷ്കളങ്കരായ മനുഷ്യർ പെട്ടെന്ന് വാടിപ്പോകും. കുറ്റം ചെയ്യാതെയുള്ള ആരോപണം അവരെ തകർത്തു കളയും. പക്ഷേ സ്വന്തം ഭാഗത്ത് തെറ്റില്ലെന്ന് 100% ബോധ്യമുള്ള മനുഷ്യർ വാടിയാൽ പോലും വീണ്ടും തളിർക്കും. അങ്ങനെയും ചിലരുണ്ട്, ന്യായീകരിക്കാതെ സത്യം പുറത്തു കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നവർ. കോപ്പിയടിച്ച് പിടികൂടിയതിന് വ്യാജപീഡന പരാതി ഉന്നയിച്ച് വിദ്യാർത്ഥികൾ കുടുക്കിയ കോളേജ് അധ്യാപകൻ 11 വർഷങ്ങൾക്ക് ശേഷം നീതി ലഭിച്ച് പുറത്തുവന്ന വാർത്ത നാം അറിഞ്ഞത് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ആയിരുന്നു. മൂന്നാർ ഗവൺമെന്റ് കോളേജിലെ എക്കണോമിക്സ് വിഭാഗം മേധാവിയായിരുന്ന പ്രൊഫസർ ആനന്ദ് വിശ്വനാഥാണ് 11 വർഷങ്ങൾക്ക് ശേഷം കുറ്റവിമുക്തനാക്കപ്പെട്ടത്. 11 വർഷങ്ങൾക്കിടയിൽ ഒരിക്കലെങ്കിലും അദ്ദേഹം ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവുമായിരിക്കാം. പക്ഷേ എന്നിട്ടും അദ്ദേഹം അതിന് തയ്യാറായില്ല. സത്യത്തിനും നീതിക്കും വേണ്ടി കാത്തിരിക്കുവാൻ അദ്ദേഹം തയ്യാറായിരുന്നു. സത്യാവസ്ഥ തെളിയിക്കുവാനായി ദീപക് ശ്രമിച്ചില്ല എന്ന സങ്കടമാണ് ആ ചെറുപ്പക്കാരന്റെ അകാല മരണം നമ്മളിൽ ബാക്കി നിർത്തുന്നത്. അടുത്ത കാലത്ത് ഒരു പ്രമുഖ നടനെതിരെ പീഡന പരാതി ഉയർന്നപ്പോൾ തന്നെ അദ്ദേഹം പത്രസമ്മേളനം നടത്തി കാര്യം വിശദീകരിക്കുകയാണ് ചെയ്തത്. മാധ്യമങ്ങൾക്ക് മുൻപിൽ മുഖം മറയ്ക്കാതെ ക്യാമറയ്ക്ക് മുൻപിൽ തെളിമുഖത്തോടെയാണ് അദ്ദേഹം അന്ന് പ്രത്യക്ഷപ്പെട്ടത്. ആ പ്രതിരോധത്തിന് മുൻപിൽ മല പോലെ വന്നത് എലി പോലെ മാറിപ്പോയെന്നതാണ് ചരിത്രം. സെലിബ്രിറ്റികൾക്ക് കിട്ടുന്ന ജനപിന്തുണയോ സ്വാധീനമോ ന്യായീകരണവും വിശദീകരണവും നൽകുവാനുള്ള സാധ്യതകളോ സാധാരണക്കാർക്ക് ലഭിച്ചിരിക്കണമെന്നില്ല. അതാവാം ദീപകിനെ പോലെയുള്ളവർക്ക് സംഭവിച്ചത്.
ഒരു ആരോപണം വരുമ്പോൾ ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ അവർ തന്നെയായിരിക്കാം ആദ്യത്തെ കല്ല് എറിയുന്നത്. സത്യം പറയുവാനോ വിശദീകരിക്കുന്നത് കേൾക്കുവാനോ അവസരം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അടുത്ത കല്ലുകളും വന്ന് പതിച്ചിരിക്കും. പിന്നെ തുരുതുരാ കല്ലുകൾ വന്ന് വീണുകൊണ്ടേയിരിക്കും. ദുർബല ഹൃദയർക്കും തെറ്റ് ചെയ്യാത്തവർക്കും ഇവിടെ പിടിച്ചു നിൽക്കുവാൻ കഴിയാറില്ല. സമൂഹത്തെ അഭിമുഖീകരിക്കുവാനുള്ള ധൈര്യമില്ലായ്മയും മാനാഭിമാനങ്ങൾ നഷ്ടപ്പെട്ടതിലുള്ള അപമാന ഭീതിയും ചേരുമ്പോൾ ആത്മഹത്യ അവർക്ക് ആശ്വാസമായി തോന്നുന്നു. ഒരാളെ കുറ്റവാളിയായി ചിത്രീകരിക്കുവാൻ നമുക്കെല്ലാം വല്ലാത്ത ഉത്സാഹവും ആവേശവുമാണ്. ആസക്തമായ ഫരിസേയ മനോഭാവത്തോടെയാണ് അത്തരം വിധി തീർപ്പലുകൾ നാം നടത്തുന്നത്. ആരോപണ വിധേയനാക്കി അയാളെ മരണത്തിലേക്ക് തള്ളിയിട്ട് കഴിയുമ്പോൾ ആ മരണത്തിനുള്ള ധാർമ്മിക ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ നമുക്ക് കഴിയുകയില്ല. ഈ നീതിമാൻ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് കൈ കഴുകുവാനും നമുക്ക് ആവില്ല. മുഖം നഷ്ടപ്പെട്ടതും പേപ്പിടിച്ചതുമായ ഒരു കൂട്ടം മനുഷ്യരുടെ കളിയാട്ടമായി സോഷ്യൽ മീഡിയ മാറിയിരിക്കുന്നു. അവിടെ വിധി പ്രസ്താവിക്കുന്നതും ശിക്ഷ വിധിക്കുന്നതും അവർ തന്നെ. ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും നല്ലവരും സത്യസന്ധരും ധാർമ്മിക ചിന്തയുള്ളവരുമാണ് തങ്ങളെന്ന മട്ടിലാണ് അവർ സംഭവങ്ങളോടുള്ള ധാർമ്മിക രോഷം പ്രകടമാക്കുന്നത്. അതുകൊണ്ട് സത്യം അറിഞ്ഞോ അറിയാതെയോ മറ്റൊരാൾക്കെതിരെ നിർദ്ധേയമായി വിധി നടപ്പിലാക്കുവാൻ തുടങ്ങും മുൻപ് ഒരു കാര്യം മനസ്സിലുണ്ടാവണം. അത് 2000 വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്തു രേഖപ്പെടുത്തിയ പ്രതികരണമാണ്: നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. മറ്റുള്ളവർക്കെതിരെ വാളും അമ്പും ഉയർത്തുന്നവർ അവനവരോട് തന്നെ സത്യസന്ധമായി ചില കാര്യങ്ങൾ ചോദിച്ച് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. എവിടെയൊക്കെയോ ഞാനും വീണു പോയിട്ടില്ലേ? ഏതെല്ലാമോ വിധത്തിൽ ഞാനും പതറിപ്പോയിട്ടില്ലേ? എന്നിട്ടും അതൊന്നും പരസ്യമാക്കപ്പെടാതെ പോയത് ദൈവം എന്നോട് കാണിച്ച ദാക്ഷിണ്യമായിരുന്നില്ലേ? അനർഹമായ ദയയായിരുന്നില്ലേ? അങ്ങനെയുള്ള എനിക്ക് എന്താണ് മറ്റുള്ളവരുടെ വീഴ്ചകളെ ആഘോഷിക്കുവാൻ ധാർമ്മികമായ അവകാശം? എന്റെ കണ്ണിൽ വലിയൊരു കമ്പി പാരയിരിക്കെ നിന്റെ കണ്ണിലെ കരട് എടുത്തു കളയണമെന്ന് പറയുവാൻ എനിക്കെന്താണ് അവകാശം? മുതിർന്നവരുടെ ആത്മഹത്യകളെക്കാൾ അസ്വസ്ഥരാക്കുന്ന മറ്റൊരു തരത്തിലുള്ള ആത്മഹത്യകളുമുണ്ട്. കൗമാരക്കാരുടെയും കൊച്ചു കുട്ടികളുടെയും ആത്മഹത്യകൾ. കേരളത്തിൽ അല്ലെങ്കിൽ പോലും കഴിഞ്ഞ ആഴ്ചയിൽ 3 സഹോദരിമാരുടെ കൂട്ട ആത്മഹത്യ. മക്കളുള്ള എല്ലാവരെയും ഒന്നുപോലെ ഞെട്ടിച്ചതായിരുന്നു ആ ആത്മഹത്യ. പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിനോ തോറ്റതിനോ മാനഭംഗപ്പെട്ടതിനോ ഒന്നുമായിരുന്നില്ല അവരുടെ ആത്മഹത്യ. ഓൺലൈൻ ഗെയിമിങ്ങിന് അടിമകളായിരുന്ന 16, 14, 12 വയസ്സ് പ്രായമുള്ള ഈ സഹോദരിമാരെ അക്കാര്യത്തിൽ മാതാപിതാക്കൾ ശകാരിച്ചതിന്റെ പേരിലാണ് മാതാപിതാക്കളെ തോൽപ്പിക്കുവാനായി 3 പേരും അപ്പാർട്ട്മെന്റിന്റെ 9ാം നിലയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തത്. കൊറിയൻ ഗെയിമിന്റെ അടിമകളായിരുന്ന അവരുടെ ഏക സ്വപ്നം കൊറിയയിൽ എത്തിച്ചേരുക എന്നത് മാത്രമായിരുന്നു അത്രേ. സമാനമായ സംഭവങ്ങൾ കേരളത്തിലും ഉണ്ടായിട്ടുണ്ട്. കളിക്കാനായി മൊബൈൽ ഫോൺ നൽകാത്തതിന് ആത്മഹത്യ ചെയ്ത അമ്പലപ്പുഴ തലവടി ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡ് മാണത്ര വേദവാസ്യ സ്കൂളിന്റെ സമീപത്തെ ഇല്ലത്തുപറമ്പിൽ വീട്ടിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ ആദിത്യനും ടിവിയുടെ റിമോട്ട് നൽകാത്തതിന്റെ പേരിൽ അമ്മയുമായി വഴക്കിട്ട് തൂങ്ങി മരിച്ച 12 വയസ്സുകാരൻ ആലപ്പുഴ കരിപ്പേലിൽ ആദിത്യനും അതിന്റെ തുടർച്ചകളാണ്. മാതാപിതാക്കൾ വേർപിരിഞ്ഞ് താമസിക്കുന്നതിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്ത അടിമാലി ചിന്നക്കനാൽ ഫാത്തിമ മാതാസ് സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി പുകിഴേന്തി, കന്നിമല എസ്റ്റേറ്റ് ടോപ്പ് ഡിവിഷനിൽ താമസിക്കുന്ന സ്വകാര്യ സ്കൂൾ വിദ്യാർത്ഥിനിയായ ലതിക, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് സ്വന്തമാക്കിയ പഠനക്കാട് കരുവളം കാരക്കുണ്ട് ശ്രീനിലയത്തിലെ ശ്രീഹരി, സീനിയർ വിദ്യാർത്ഥികളുടെ റാഗിങ്ങിനെ ഭയന്ന് ഹോസ്റ്റൽ മുറിയിൽ ആത്മഹത്യ ചെയ്ത പാലക്കാട്ടുകാരി രുദ്ര എന്ന +1 വിദ്യാർത്ഥിനി, കണ്ണൂരിൽ സ്കൂളിൽ കെട്ടിടത്തിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്ത 17-കാരി അയോണ മോൺസൺ, ഏറ്റവും ഒടുവിൽ കൊല്ലത്ത് ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തോട് ചേർന്ന് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഹോസ്റ്റലിൽ തൂങ്ങി മരിച്ച 2 കായിക വിദ്യാർത്ഥിനികൾ. കുട്ടികളുടെ ആത്മഹത്യയുടെ വാർത്തകൾ ഇങ്ങനെ അന്തമില്ലാതെ നീണ്ടു പോകുന്നു. മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിൽ നമ്മുടെ കുട്ടികൾ എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നത്? നമ്മുടെ കുട്ടികൾക്ക് എന്താണ് സംഭവിക്കുന്നത്? 2025 കണക്കുകൾ പ്രകാരം ആത്മഹത്യാ നിരക്കിൽ കേരളം രാജ്യത്ത് 3ാം സ്ഥാനത്താണ്. 2021 5ാം സ്ഥാനത്തുണ്ടായിരുന്ന കേരളമാണ് 3 വർഷത്തെ വ്യത്യാസം കൊണ്ട് 3ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. കൂട്ട ആത്മഹത്യകളുടെ എണ്ണത്തിലും കേരളം മുൻപന്തിയിൽ തന്നെയുണ്ട്. തകർന്ന കുടുംബ ബന്ധങ്ങളും മാധ്യമങ്ങളുടെ സ്വാധീനവും തെറ്റായ കൂട്ടുകെട്ടുകളും പരാജയങ്ങൾ അഭിമുഖീകരിക്കുവാനുള്ള ധൈര്യമില്ലായ്മയും എല്ലാം ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. റീൽസും റിയലും തമ്മിലുള്ള വ്യത്യാസം പുതുതലമുറയ്ക്ക് മനസ്സിലാവാതെ പോകുന്നതാണ് ഈ കുട്ടികളുടെ ആത്മഹത്യകൾ നമ്മോട് പറയുന്നത്. റീൽസിൽ കുടുങ്ങിക്കിടക്കുന്നവർക്ക് ജീവിതത്തിന്റെ റിയാലിറ്റി മനസ്സിലാവുന്നില്ല. ജീവിതത്തെക്കാൾ യഥാർത്ഥമാണ് റീൽസ് എന്ന് അവർ തെറ്റിദ്ധരിക്കുന്നു. ജീവിച്ചിരിക്കുന്നതാണ് റിയൽ. അനുവദിച്ചു കിട്ടിയ ജീവിതത്തെ അതിൻ്റെ എല്ലാ പരിക്കുകളോടും ക്ഷതങ്ങളോടും സൗന്ദര്യത്തോടും കൂടി ജീവിക്കുമ്പോഴാണ് അത് സുന്ദരമാകുന്നത്. എല്ലാവരും നാം ആഗ്രഹിക്കുന്നത് പോലെ പെരുമാറണമെന്നില്ല. കാര്യങ്ങൾ നാം വിചാരിക്കുന്നത് പോലെ നിറവേറണമെന്നുമില്ല. ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമായും കണക്ക് കൂട്ടലുകൾക്ക് അപ്പുറമായും കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും എന്നേക്കുമായി നിരാശപ്പെടാതിരിക്കുവാൻ ശ്രമിക്കുക. ജീവിച്ചിരിക്കുവാനുള്ള കാരണങ്ങളെക്കാൾ വലുതല്ല ആത്മഹത്യ ചെയ്യാനുള്ള കാരണങ്ങൾ. എല്ലാ പ്രശ്നങ്ങളും ഉടനടി പരിഹരിക്കപ്പെടുകയില്ലെന്നും എന്നാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവുമെന്നും നാം വിശ്വസിക്കണം.
യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള വിവേകമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അമിതമായ കണ്ണുനീരും അതിരുകടന്ന വികാരവും നമ്മുടെ കാഴ്ചപ്പാടുകളെയും തീരുമാനങ്ങളെയും തെറ്റായി ബാധിക്കാറുണ്ട്. അവയെ നിയന്ത്രിക്കുക, അവിടെയാണ് ആത്മീയത നമ്മുടെ സഹായത്തിന് എത്തുന്നത്. നോ പറയേണ്ടിടത്ത് നോ പറയാനുള്ള ധൈര്യം കൊടുത്തും തോൽക്കുന്നിടത്ത് നിന്ന് എണീക്കാനുള്ള പ്രചോദനമേകിയും റിജക്റ്റഡ് ആയാലും നിനക്ക് വീട്ടിൽ സ്വീകാര്യതയുണ്ടെന്ന് ബോധ്യം നൽകിയും മക്കളെ വളർത്തുവാൻ മാതാപിതാക്കൾക്ക് സാധിച്ചാൽ പരീക്ഷാ പരാജയവും പ്രണയ പരാജയവും പറഞ്ഞ് ആത്മഹത്യ ചെയ്യാനുള്ള കൗമാരക്കാരുടെ പ്രവണതകൾക്ക് തടയിടുവാൻ സാധിച്ചേക്കാം. അതിലുപരി ദൈവിക ചിന്തയിലും ദൈവാശ്രയത്തിലും അവരെ വളർത്തിയെടുക്കുകയാണ് പ്രധാനം. ചെറുപ്രായം തൊട്ടേ ദൈവാശ്രയ ബോധത്തിലും ദൈവിക ചിന്തയിലും വളർത്തുക. ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിച്ചാൽ വാർദ്ധക്യത്തിലും ആ വഴി മറക്കുകയില്ല. മറ്റുള്ളവരെ തോൽപ്പിക്കുവാനും സ്വന്തം മക്കളെ ഒന്നാമതെത്തിക്കുവാനും ശ്രമിക്കുന്നതിനിടയിൽ പല മാതാപിതാക്കളും അവർക്ക് ദൈവത്തെ കൊടുക്കുവാൻ, നല്ലത് പറഞ്ഞു കൊടുക്കുവാനും നന്മയിൽ വളർത്തുവാനും വിട്ടു പോകുന്നുണ്ട്. ഒരുപക്ഷെ അതും അകാലത്തിലുള്ള അവരുടെ കൊഴിഞ്ഞ് വീഴലിന് കാരണമായി തീർന്നേക്കാം. ആത്മവിശ്വാസം നല്ലതാണ്, പക്ഷേ എന്നാൽ അത് അതിര് കടക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും അത് ദൈവനിഷേധമായി തീർന്നേക്കാം. എന്താണ് ദൈവനിഷേധം? ദൈവത്തെ ആശ്രയിക്കാതിരിക്കുക, അവനവനിൽ വിജയവും അവനവനിൽ ആശ്രയവും അവനവനിൽ വിശ്വാസവും കണ്ടെത്തുക. മനക്കരുത്തുകൊണ്ടും കൈക്കരുത്തുകൊണ്ടും ബുദ്ധിമുട്ടുകൊണ്ടും എല്ലാം നേടിയെന്ന് അഹങ്കരിക്കുന്ന ഒരാൾക്ക് അതെല്ലാം തകരുമ്പോൾ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ വരുന്നു. വിജയങ്ങളെല്ലാം സ്വന്തം നേട്ടങ്ങളായി കണക്കാക്കുന്നവർക്ക് പരാജയം വരുമ്പോൾ അത് പങ്കുവയ്ക്കുവാൻ ആരും ഇല്ലാതാകുന്നു. ഇത്തരത്തിലുള്ള ചില കാരണങ്ങൾ വിജയിച്ചവരുടെ എല്ലാം ആത്മഹത്യകൾക്ക് പിന്നിൽ കണ്ടെത്താനാകും. നിരാശ, അപമാനഭീതി, ഭയം, പരാജയം, അഭിമുഖീകരിക്കാനുള്ള സന്നദ്ധതയില്ലായ്മ, ഇങ്ങനെ പല കാരണങ്ങൾ എല്ലാവരുടെയും ആത്മഹത്യകൾക്ക് പിന്നിൽ കണ്ടെത്താനാകും. വിശുദ്ധ ഗ്രന്ഥത്തിൽ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ വിവേകമതിയായ മനുഷ്യനെയും വിവേകശൂന്യായ മനുഷ്യനെയും കുറിച്ചുള്ള പരാമർശമുണ്ട്. രണ്ടുപേരും വീട് പണിതു 2 സ്ഥലങ്ങളിൽ, ഒരാൾ മണൽപ്പുറത്തും മറ്റേയാൾ പാറപ്പുറത്തും. മണൽപ്പുറത്ത് വീട് പണിത മനുഷ്യനെന്ത് സംഭവിച്ചു? മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണുപോയി. അതിന്റെ വീഴ്ച വലുതായിരുന്നു. എന്നാൽ പാറപ്പുറത്ത് വീട് പണിത മനുഷ്യനോ, മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. അതുകൊണ്ട് ദൈവാശ്രയ ബോധത്തിൽ ജീവിതം പടുത്തുയർത്തുക. അപ്പോൾ ജീവിതത്തിന്മേൽ വന്നു പതിക്കുന്ന കാറ്റും കോളും മഴയും വെള്ളപ്പൊക്കവും നമ്മെ തകർത്ത് കളയുകയില്ല. ദൈവമെന്ന അടിത്തറയിന്മേൽ നേട്ടങ്ങൾ പണിതുയർത്തുക. എല്ലാ നേട്ടങ്ങളും മഹത്വവും അവിടത്തേക്ക് സമ്മാനിക്കുക. വീഴ്ചകൾ ഉണ്ടായാലും നമുക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നത് അപ്പോഴാണ്. എവിടെയോ ഒരു വെളിച്ചമുണ്ട്, എവിടെയോ ഒരാൾ നമ്മെ കൈപ്പിടിക്കാനായുണ്ട്. ആ വെളിച്ചത്തിൽ മുന്നോട്ട് നടക്കുക. ഇരുട്ട് അപ്രത്യക്ഷമാകുന്നത് നാം തിരിച്ചറിയും, ഉറപ്പ്.